നമ്മൾ ജനം എല്ലാവരും വചനം കേട്ട് മാത്രം ആരാധിക്കുന്നവരല്ല. അതിനെ ഒരു തട്ടി ഉണർത്തമൊക്കെ ഉണർത്തണം. ശുശ്രൂഷയുടെ ആ ഒരു ഒഴുക്ക് അലയ്ക്കകത്തിനകത്ത് ഇറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ശുശ്രൂഷ എന്ന് പറയുന്നതിനൊരു ലെവലുണ്ട്, ഹല്ലേലൂയ. സ്തോത്രം 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 ചെയ്യുന്നു. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മോട് അതിശക്തമായി സംസാരിക്കുവാനായിട്ട് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചുകൊണ്ട്, സമയക്കുറവുകൾ കൊണ്ട്. യഹോവയുടെ വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. എങ്ങനെയാണ് മടങ്ങി വരുന്നത്? സാധാരണ ഒരു രീതിയിലല്ല മടങ്ങി വരുമെന്ന് പറയുന്നത്. സ്തോത്രം. സാധാരണ ഒരു രീതിയിലല്ല മടങ്ങി വരുന്നത്. അവർ ഉല്ലാസഘോഷത്തോടെ മടങ്ങി വരും. നമുക്കറിയാം, നമുക്ക് പോകുന്ന യാത്രയിൽ എന്തെങ്കിലും ഒരു നന്മ കിട്ടിയാൽ നമ്മൾ പോകുന്നത് പോലെയല്ല. ബൈബിളിൽ വേറെ ആമേൻ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വിതയ്ക്കാൻ പോകുമ്പോൾ അവർ കരഞ്ഞുകൊണ്ടാണ് പോയത്. കാരണം ഇത്രയും പാടുപെട്ട് ചുമന്ന് അവർ ചുമ്മി തളർന്ന് കഴുത്തും വേദനിച്ച് പെടലിയും വേദനിച്ചൊക്കെ പോയി വിതറുവാൻ കൊണ്ടുപോകുന്നു. അതേ ഭാഗത്തിനടുത്ത് തിരിച്ചു പറയുന്നു, അവർ കൊയ്യാൻ പോയപ്പോൾ ആർപ്പോടുകൂടി കൊയ്തു കൊണ്ടുവന്നു. വിതയ്ക്കാൻ പോയപ്പോൾ കരഞ്ഞു കൊണ്ടുപോയി, കൊയ്ത് കൊണ്ടുവന്നപ്പോൾ ആർപ്പോടുകൂടി കൊണ്ടുവന്നു. ഇതേപോലെയാണ് ഈ ഹല്ലേലൂയ വാക്യത്തിനെ നമ്മളിപ്പോൾ കേട്ടുവരുന്നത്. ഇവരെങ്ങനെ വന്നു? ആർപ്പോടുകൂടി വന്നു. സന്തോഷം ഇവർക്ക് വർദ്ധിച്ചു. ഇവരുടെ ഇമേജ് അങ്ങ് വർദ്ധിച്ചു, പ്രത്യാശ വർദ്ധിച്ചു. ഒരു വർദ്ധനവ് വെളിപ്പെട്ടപ്പോൾ പിന്നെ ആർക്കും ഇവരെ പിടിക്കാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ അകത്തൊരു ആത്മസാന്നിധ്യം ഇറങ്ങിക്കഴിഞ്ഞു. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഗ്രൈഡൻസ് അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ, ദൈവത്തിൻ്റെ സഹനായി അവരുടെ മേൽ തൊട്ടപ്പോൾ, ദൈവത്തിൻ്റെ അഭിഷേകം അവരുടെ മേൽ ഇറങ്ങിയപ്പോൾ ഇവരെ പിന്നെ പ്രത്യാശ വർദ്ധിച്ചു കഴിഞ്ഞു. പിന്നെ പിടിക്കാൻ നോക്കിയിട്ട് പിടിക്കാൻ പറ്റത്തില്ല. പിടിക്കാൻ പിന്തുടരുന്ന ശത്രുവിന് പിടിക്കാൻ കഴിയാത്ത ഒരഭിഷേകം നിങ്ങളുടെ മേൽ ഇറങ്ങുവാൻ എല്ലാ കരങ്ങളും അടിച്ച് ആരാധിക്കണം. ഇതുവരെ കരമടിക്കുന്ന പറച്ചിൽ ഞാനിവിടെ കേട്ടില്ല. ഇനി കരമടിച്ചാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. ആരാധനയുടെ സ്വരത്തെ പിശാച് അറിയാൻ പോകുക. ആരാധനയുടെ സ്വരത്തെ ദേശം അറിയാൻ പോകുക. ആരാധനയുടെ സ്വരം പട്ടണം അറിയട്ടെ. ആരാധനയുടെ സ്വരം നിന്റെ അടുത്തിരിക്കുന്നവർ അറിയട്ടെ. സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോ, സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോ, സ്തോത്രം പറഞ്ഞ് ആരാധിച്ചോ. ഇനി വായി മൂട്ടി ഇരിക്കരുത്. യഹോവയുടെ വിമുക്തന്മാർ, ഹല്ലേലൂയ. അവർ മടിപ്പുള്ളവരായി വന്നെന്നല്ല പറയുന്നത്, അവർ ഉത്സാഹമുള്ളവരായി, അവർ പ്രത്യാശയുള്ളവരായി, അവർ സന്തോഷം വർദ്ധിച്ചവരായി മടങ്ങി വരികയാണ്. സന്തോഷത്തോടു കൂടി നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ 15 മിനിറ്റ് ഞാൻ വചനത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആപത്തുകൾ ഒഴിഞ്ഞു പോകുവാൻ നിങ്ങളൊക്കെ തീരുമാനമെടുത്തങ്ങ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവനാമത്തിന് നേരുന്നതും കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. എല്ലാ ദിവസവും ദൈവനാമത്തിന് കൊടുത്തെന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല. കൊടുക്കരുതെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ വാതിൽക്കൽ പോലും കയറ്റരുത്, എങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയാണ്. കർത്താവിൻ്റെ നാമത്തിന് കൊടുക്കുന്നത് നല്ലത്, കൊടുക്കുന്നത് ഏറെ അനുഗ്രഹം. ദൈവം കൂടുതൽ സ്നേഹിക്കുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. കൊടുക്കുക, ഹല്ലേലൂയ. നല്ല അനുഗ്രഹം പ്രാപിക്കുക. ഹല്ലേലൂയ. വായിക്കത്തോട്ട് വായിക്കാം. നിത്യാനന്ദം. ഒരു ദിവസമല്ല, 2026 മാത്രമല്ല, 2027 28 29 30 നിത്യാനന്ദം. കർത്താവിൻ്റെ വരവോളം ആ അനുഗ്രഹം അവരുടെ തലമേലുണ്ടായിരിക്കും. നിത്യാനന്ദമായ ഒരു അനുഗ്രഹം ദൈവമക്കളുടെ തലമേൽ ഇരിക്കുമ്പോൾ, എവിടെ? താഴെയല്ല, നമ്മുടെ തലമേലിരിക്കും. ഈ തലമേൽ നിത്യമായ ഒരു അനുഗ്രഹം, നിത്യാനന്ദമായ ഒരു അനുഗ്രഹം ദൈവം വച്ച് നമ്മെ മാനിച്ച് വിടുവിച്ച് ദൈവമക്കളായി മറ്റുള്ളവർക്ക് ഉപയോഗമുള്ളവരാക്കി മാറ്റുവാൻ
ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കരമടിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് വിടുതൽ പ്രാപിച്ചു പോകാം. ഇല്ലെങ്കിൽ ഞാൻ സമയമാകുമ്പോൾ ദൈവം അങ്ങ് നിർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, നിങ്ങൾ അതുകൊണ്ട് ആരാധിച്ചു കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. ആ കർത്താവിനെ ആരാധിക്കുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കണം, നിത്യാനന്ദമായി എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, എൻ്റെ തലമേൽ നിത്യാനന്ദമായ ഒരു അഭിഷേകമുണ്ട്, എൻ്റെ കുടുംബത്തിൽ നിത്യാനന്ദമായ ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. വചനത്തെ വായിലാക്കി തരുന്ന ദൈവം, വചനത്തെ വായിലാക്കി തരുന്ന കർത്താവ്. ഇന്ന് പകൽക്കാലം വചനം വായിലായവർ, ഹൃദയത്തിനകത്തായവർ, ഓ ശക്തിയോടെ ദൈവത്തെ ചില മിനിറ്റുകൾ ആരാധിച്ചാട്ട്, ആത്മനിറവോടെ ആരാധിച്ചാട്ട്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ട്, ശുഡവനഘടകം നിവൽഖവനഘടകസ്യ ഉടമാരകനഘടകം വൈഡമാനഘടകം കനാരി ഉടമാരകനഘടകം വൈഡമാനഘടകസ്യ. എല്ലാവരും ആരാധിക്കുക, എല്ലാവരും ആരാധിക്കുക. പ്രാർത്ഥിക്കാൻ വന്നവരാണെങ്കിൽ പ്രാർത്ഥിച്ചു പോ. ഹല്ലേലൂയ. ആരാധിക്കാൻ വന്ന നിന്റെ തലമേൽ നിത്യാനന്ദത്തിന്റെ അഭിഷേകം വീഴുകയാണ്. വചനം നിന്റെ വായിലാക്കി തരാൻ പോവുകയാണ്. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. അത്ഭുതമാനായ ദൈവത്തിന്റെ ശക്തി, അതിശയമാനായ ദൈവത്തിന്റെ ശക്തി, സ്നേഹമാനായ ദൈവത്തിന്റെ ശക്തി, കാരുണ്യമാനായ ദൈവത്തിന്റെ ശക്തി ഇന്ന് പൽക്കാലം നിങ്ങൾ അനുഭവിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ലവനായ ദൈവത്തിന് വലിയ മഹത്വം കൊടുക്കണം. നമ്മളത് കൊടുക്കണം, വലിയ മഹത്വം കൊടുക്കണം. നമ്മുടെ കുറവുകൾ കൊണ്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അത് മറ്റാരെയും പഴിചാരിയിട്ട് കാര്യമൊന്നുമില്ല, മറ്റാരെയും പഴിചാരിയിട്ട് കാര്യമില്ല. ഇവിടെ ഇരിക്കുന്ന സഹോദരിയുടെ അമ്മ ഹോസ്പിറ്റലിലായപ്പോൾ അവരോടത്ത് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ അവർ കേൾക്കത്തില്ല, നിർബന്ധം കേൾക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഡോക്ടർ 2 ഘട്ടം തൻ്റെ മകളോട് പറഞ്ഞു, സ്വന്തം മകളോട് പറയുകയാണ്, അമ്മ മരിച്ചു പോകും, പുരുഷന്മാരെ കൂട്ടിക്കോണം. അപ്പോഴൊക്കെ അവൾ വിളിക്കും, അമ്മ മരിക്കുമോ? അമ്മ മരിക്കൂലെന്നേ, ഡോക്ടറല്ലല്ലോ അമ്മയ്ക്ക് ജീവൻ കൊടുത്തത്. ഹല്ലേലൂയ. ഇഞ്ചിഞ്ച കൊല്ലുന്നിടത്തല്ല നീ പോകേണ്ടത്, ഇഞ്ചിഞ്ചായി നിന്നെ ഉയർത്തുന്നിടത്താണ് നീ വന്നിരിക്കുന്നത്. നല്ലൊരാമയം പറ, നല്ലൊരാമയം പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആണുങ്ങളെ പുരുഷന്മാരെയൊക്കെ കൂട്ടണം, അമ്മയ്ക്ക് ജീവൻ കിട്ടത്തില്ല. നമ്മൾ സാധാരണ ഇങ്ങനെയുള്ളിടത്ത് പോകുന്നത് നമുക്ക് ജീവൻ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചു പോകണം, നിങ്ങളുടെ ജീവൻ്റെ ഉടയൻ ദൈവമാണ്. ഒരു ഡോക്ടറും ആർക്കും ജീവൻ കൊടുത്തതായിട്ട് ചരിത്രത്തിൽ പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പിന്നെ ഈ മോർച്ചറി പണ്ട് ആവശ്യമില്ലല്ലോ. സ്തോത്രം. അപ്പോൾ ജീവൻ തരുന്നത് ദൈവമാണ്. ഇന്ന് ആ മാതാവ് ബലത്തോടെ ജീവിതത്തോടെ ഇരിപ്പുണ്ട്. അല്ലേ? ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കേട്ട കാര്യമാണ് പറയുന്നത്. കഴിഞ്ഞ 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, ഒരാഴ്ചകൾക്ക് മുമ്പ് കേട്ട കാര്യമാണ്. കർത്താവ് ജീവനോടെ തൻ്റെ മാതാവിനെ തൻ്റെ മകൾക്ക് കൊടുത്തു. ഇന്ന് തന്നോടൊപ്പം തൻ്റെ ഭവനത്തിനകത്തുണ്ട്. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് കേട്ടോ. ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. വചനം നിന്റെ വായിലാക്കി, ഓ ഹല്ലേലൂയ, തരുന്ന കർത്താവ്. നമ്മൾ വായിച്ചു വന്ന് നിത്യാനന്ദം നിന്റെ തലമേൽ വെച്ച് ദൈവം നിന്നെ പോഷിപ്പിക്കാൻ പോകുന്നു. നിന്റെ സന്തോഷത്തോടെ നടത്താൻ പോകുന്നു. ആത്മീയമായി നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഭൗതികമായി നിന്നെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. എല്ലാ വായികളും തുറന്ന് കരമടിച്ച് എല്ലാവരും അന്യഭാഷകളിൽ ആരാധിച്ചാട്ട്. ഒരു വ്യക്തി പോലും മൗനമായി ഇരിക്കരുത്. പരിശുദ്ധാത്മാവിൽ അന്യഭാഷ ലഭിച്ചവര് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ മൽക്കാലത്തിലെ കെട്ടുകൾ അഴിഞ്ഞു മാറി ദൈവജനം വിടുവിക്കപ്പെടാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിൽ, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ നിങ്ങളോട്, കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, യൂറോപ്യൻ രാജ്യത്തുനിന്ന് എനിക്കൊരു കോൾ വരാൻ പോവുക. സ്തോത്രം. കഴിഞ്ഞ ദിവസത്തിൽ ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് കന്നുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ യൂറോപ്യൻ രാജ്യത്തിൽ നിന്നൊരു കോള് വരികയാണ്. സ്തോത്രം. സ്തോത്രം. യൂറോപ്യൻ രാജ്യത്തുനിന്ന് കോൾ വന്നു. ഞാൻ ആ
സഹോദരനോട് പറഞ്ഞു, ഞാൻ വാഴയിൽ ആൻറ്റീൻ്റെ ആരാധന കഴിഞ്ഞ് കടന്നു വരുമ്പോഴാണ് കോള് വരുന്നത്. ഞാൻ അല്ലെങ്കിൽ ആ സഹോദരനോട് പറഞ്ഞു, ഞാനിപ്പോൾ യാത്രയിലാണ്, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഞാൻ വീട്ടിൽ വന്നു, ഡ്രസ്സൊക്കെ മാറി ഞാനൊന്ന് കുളിക്കുവാനായിട്ടൊക്കെ ഇറങ്ങി. ഞാനപ്പോൾ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. താൻ വീണ്ടും വിളിച്ചിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ യൂട്യൂബ് കണ്ടപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. യൂട്യൂബ് ചാനലിനകത്ത് വെളിപ്പെടുന്ന അഭിഷേകം നിന്നെ ഒരു നദി പോലെ കൊണ്ടുവരാൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇത് കള്ളസാക്ഷി പറയുന്ന സ്ഥലമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ നിങ്ങളുടെ 5, 10, 25, 30 ഇരിക്കുന്നത്. അപ്പോൾ അതിനപ്പുറത്ത് ജനമിരുന്ന് ആരാധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ കള്ളസാക്ഷി പറയുന്ന സ്ഥലമല്ല. ഇവിടെ പൈസ കൊടുത്ത് സാക്ഷി പറയിക്കത്തില്ല, ചുരിദാർ മേടിച്ചു കൊടുത്ത് പറയിക്കത്തില്ല. ഇവിടെ ഒറിജിൻ സാക്ഷി മാത്രം പറഞ്ഞ് കർത്താവിൻ്റെ വേല നടക്കുന്ന ഒരു സ്ഥലമാണ്. വിടുതൽ നിങ്ങൾക്ക് ലഭിച്ചാൽ മാത്രം. ഇവിടെ ഇരിക്കുന്ന മറ്റൊരു ദാസി പറഞ്ഞു, എൻ്റെ മകൻ ഹല്ലേലൂയ എന്നോടൊപ്പം ഹല്ലേലൂയ പള്ളിയിൽ ഹല്ലേലൂയ വരാതെ വണ്ണം ഭവനത്തിൽ പ്രശ്നക്കാരനായി പ്രാർത്ഥിച്ചത് മുതൽ അവന് ശമനമുണ്ടായി. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അത് കള്ളസാക്ഷ്യം ഇല്ലാത്തത് കൊണ്ടാണ് പ്രാർത്ഥന കേൾക്കുന്നത്. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയേറിയ പ്രാർത്ഥന, അത് ഭാവിക്ക് രോഗിക്ക് സൗഖ്യമാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അറിവിൽ ഈ ആരാധന ഇവിടെ ഉണ്ടായതിനു ശേഷം ഒരു അപകടം വന്ന്, ഒരു ആക്സിഡന്റ് വന്ന്, ഒരു ദുർമരണം വന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സാക്ഷി പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു, ഒരു സാക്ഷി പറയാൻ. വേദപുസ്തകത്തിൽ വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ കാൽ കല്ലി തട്ടി പോകാതിരിക്കേണ്ടതിന് തന്റെ ദൂതന്മാരെ അയച്ച് നിന്നെ ഉള്ളം കൈകളിൽ താങ്ങിക്കൊള്ളുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഹല്ലേലൂയ മറ്റുള്ള എല്ലാവരെയും കാക്കുന്ന ഒരു ദൈവം, ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുന്ന ദൈവം. പോരാ 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 പോരാ, പ്രാർത്ഥിച്ചോ. അതിന്റെ 16 ഒന്ന് വായിക്കാം. യശയ്യാപ്രവചനം തന്നെ അതിന്റെ 16. ഉറക്കെ വായിക്ക്. ഞാൻ ആകാശത്ത് ഉറപ്പിച്ച്, ഒന്നുകൂടി, ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എൻ്റെ ജനം എന്ന് പറയുകയും ഞാൻ എൻ്റെ വചനങ്ങളെ കണ്ടോ. ഞാനപ്പോൾ ആദ്യം എന്ത് പറഞ്ഞു? ദൈവത്തിൻ്റെ വചനം എവിടെ ആക്കി? വായിലാക്കണം. ഇത് കേട്ടേച്ച് മിണ്ടാതെ പോകുന്നവരെ ടീമിൽ കൂടി നീ പോകരുത്. ഇന്നത്തെ പെന്തക്കോസുകാർ വചനവും കേൾക്കും, പ്രവചനവും കേൾക്കും, കേട്ടേച്ച് നേരെ പോകുന്ന അടിക്കൂട്ടത്തിലാണ്. ചെന്ന് മറ്റുള്ളവരെ ദൂഷണം പറയും. ഒരൊറ്റ മനുഷ്യരങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. ഇതിനകത്ത് വന്ന് ആരാധിക്കുന്ന 1, 2, 100, 1000, 10 ലക്ഷം പേര് നിങ്ങൾ ആരാധിച്ചാലും ശരി, അടുത്തവൻ്റെ കാര്യം അളക്കാൻ നിങ്ങൾ പോകരുത്. അടുത്തവൻ വീഴുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ വീഴാതെ നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധയുള്ള പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് യാത്ര ചെയ്യുന്ന ഒരു വിഭാഗക്കാരായി മാറട്ടെ. ഇവിടെ നമുക്ക് പേര് പറയാൻ സംഘടനയില്ല, സഭയില്ല, പക്ഷേ നമുക്ക് പേര് പറയാൻ ഒരുവനുണ്ട്. അവൻ ജീവിക്കുന്ന ക്രിസ്തു. ശക്തിയോടെ കരമടിച്ച് ആരാധിച്ചോ, ആത്മനിറവോടെ കരമടിച്ച് ആരാധിച്ചോ. ഇതിനകത്ത് പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ആരാധിച്ചോട്ട്. പ്രൈസ് ദി ലോർഡ്. വചനം എവിടെയാക്കി? വായിലാക്കി. സ്വതന്ത്രം വായിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പെട്ടെന്ന് നമ്മളതൊന്ന് വിട്ടുപോകത്തില്ല. പഞ്ചസാര വെള്ളത്തിൽ ലയിച്ചതുപോലെ ഞാനും യേശു ഒന്നാണ് എന്ന് പറഞ്ഞ് യാത്ര തുടരണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വളരെ പ്രാർത്ഥിക്കുക, വളരെ ആരാധിക്കുക. എത്ര ആരാധിച്ചും എത്ര പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുമ്പോൾ പ്രതികൂലം വരുന്നെങ്കിൽ ഓർത്തോണം, അതിൻ്റെ പുറകിലൊരു വലിയ വിടുതലുണ്ട്. ആ ആൻറ്റി ഇങ്ങ് വന്നാട്ട് ഹല്ലേലൂയ ഉടമനഹടകൾ ഖനാരിയ റീവൽ കമനഗഡഗസിയ.
സ്തോത്രം. അതാണ് അത് കരയണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഉന്നത വിളിക്കു യോഗ്യനേ, വിളിച്ചവൻ്റെ സന്നിധിയിൽ നിന്ന് മാറല്ലേ. ഉന്നത വിളിക്കു യോഗ്യനേ, വിളിച്ചവൻ്റെ സന്നിധിയിൽ നിന്നു മാറല്ലേ. സ്തോത്രം. വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ കേൾക്കുന്നതിന് കുറവില്ല, പക്ഷെ പ്രാപിച്ചെടുത്ത് പ്രാബല്യത്തിൽ വരുന്നില്ല. പ്രാബല്യത്തിൽ വരുന്ന നാളിൽ വേദനകൾ മാറും. വചനം വായിലാക്കി ശക്തിയോടുകൂടി നാളുകളിൽ ദൈവം ഉപയോഗിച്ച് ഹല്ലേലൂയ മാതാവിനെയോ മകനെയോ വീഴ്ത്തി വരമാനത്തെ തടഞ്ഞ് പരാജയപ്പെടുത്തി കാണണമെന്ന് പറഞ്ഞ് മൂർച്ചയോടെ നിൽക്കുന്ന ചില വെല്ലുവിളിയെ ദൈവാത്മാവ് ഇപ്പോൾ പൊട്ടിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സഭ ഉണർന്ന് പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ വചനം വായിലാക്കി നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരം വച്ചിരിക്കുന്നു. ഓ, ദൈവത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ തലമേൽ യേശുവിൻ്റെ നാമത്തിൽ മഹാ ഉല്ലാസത്തോടെ സന്തോഷത്തോടെ പ്രത്യാശയോടെ വരാൻ പോരാ. ഈ പ്രാർത്ഥനയിലൊന്നും എതിരഴിയത്തില്ല. വിട്ടുകൊടുത്ത് നിങ്ങൾ ആരാധിക്കുമ്പോൾ എതിരഴിയുമ്പോൾ ആത്മാവിനോട് പറയും, ഉടമാരകൾ കമനഘടകൾ സിയാനഘടകൾ കനാരി വൈഡമാനഘടകം ദീവൽക്കമനഘടകസിയ. മരുഭൂമിയിൽ പണിയെടുക്കുന്ന തലമുറയെ ഓർത്ത് വളരെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഉടമാരകൾ കമനഘടകം സിയാനഘടകം യേശുവിൻ്റെ നാമത്തിൽ ഓ പിശാചേ, ഓ തോറ്റവനായി മാറട്ടെ. നിന്റെ ദൈവം ജയിച്ചവനാകട്ടെ. നീ ആരാധിക്കുന്ന ദൈവം തോറ്റവനല്ല, ജയിച്ചവനാണ്, ജയാളിയാണ്. ഓ, തോറ്റവന്റെ നാമമല്ല നമ്മുടെ മേൽ ഇരിക്കുന്നത്. ജയിച്ചവന്റെ നാമം, ജയാളിയായവന്റെ നാമം ഇന്ന് കാലം നിങ്ങളുടെ തലമേൽ വയ്ക്കാൻ പോകുന്നു. ഓ, മഹാ ഉല്ലാസത്തോടുകൂടി ചൂടബല ദുരബല ബല 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 ശാപത്തിന്റെ കെണിയകൾ പൊട്ടട്ടെ. ഓ, റീബല ബല 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 ഷുഡബല ബല ബല വൈഡമന രഗൽഗമനം ഉടമ രഗനെ. ആത്മാവ് പ്രവചിക്കുന്നു, ദൈവാത്മാവ് പറയുന്നു, നിന്റെ അതിരുകളെ കർത്താവ് വിശാലത വരുത്തും. സ്തോത്രം. നിന്റെ ഹല്ലേലൂയ അതിരുകൾക്ക് കർത്താവ് വിശാലത വരുത്തും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. 2 പ്ലോട്ട് ഭൂമി നിങ്ങളുടെ മതിലോട് ചേർന്ന് വരാൻ പോവുക. ഹല്ലേലൂയ. ചില നന്മകൾ കൊണ്ട് ദൈവം പോഷിപ്പിക്കും. ഉടബലഘടകസി. ദൈവത്തിൻ്റെ വചനം വായിലാക്കി ദൈവം നിറച്ചു നടത്തി ഉയർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ശക്തിയോടെ പ്രാർത്ഥിച്ചോ. ഇവർ കാലം ബന്ധനം അഴിഞ്ഞ് വിടുതൽ പ്രാപിക്കാൻ. ഓ, എതിരുകൾ മാറുകയാണ്, എതിരുകൾ മാറുകയാണ്. ആത്മാവേ നന്ദി. ശക്തിയോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബന്ധനം കാണുമ്പോൾ നിങ്ങൾ പേടിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ബന്ധനം കണ്ട് പേടിക്കുന്നവരൊരു ഹല്ലേലൂയ പറ. ആർക്കും പേടിയില്ലേ? ഓ, സ്തോത്രം. നമ്മളെ മനസ്സിലിരിക്കുന്ന കാര്യം ഏതാണ്? മനസ്സിലിരിക്കുന്ന കാര്യം ഏതാണ്? മനസ്സിലിരിക്കുന്ന കാര്യം ഏതാണ്? അറിയാവുന്നുള്ളൊരു ഒന്ന് പറ. സ്തോത്രം. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് അല്ലേ? എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന പദം നമ്മുടെ മനസ്സിലിരിക്കും. അപ്പോൾ ഇനി ഞാൻ ബാക്കി പറയുന്നില്ല, ബാക്കി പറഞ്ഞാൽ പാടുപെടും. പ്രൈസ് ദി ലോർഡ്. ബാക്കി ഞാൻ പറയുന്നില്ല. ബാക്കി പറയാൻ അറിഞ്ഞുവിടാത്തോണ്ടല്ല, നിങ്ങൾക്കറിയാമല്ലോ. അല്ലേ? ഏത് അർത്ഥമുണ്ടെങ്കിലും അതിൻ്റെ ഒരു നാണയത്തിന് 2 വശം ഉള്ളതുപോലെ ദൈവാത്മാവ് അതിൻ്റെ മർമ്മം കൂടി വെളിപ്പെടുത്തരും. അപ്പോൾ അതുകൊണ്ട് കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ
യേശുവിനെയാണ് കൂടുതൽ പറയുന്നുവെങ്കിലോ നമ്മുടെ മനസ്സിൽ അതിരിക്കും. സാധാരണ ബന്ധുക്കോസുകാരൊക്കെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സേക്കൻഡ് കൊടുക്കും, സ്തോത്രം പറയും അല്ലേ. അത് നമ്മൾ കൂടുതലായി പറയുന്ന വാക്കുകളും കൂടുതലായി ഉപയോഗിക്കുന്ന വാക്കുകളായതുകൊണ്ട് സ്തോത്രം പറയും. എന്നാൽ സ്തോത്രം പറയുന്ന മറ്റ് ചില വിഭാഗക്കാർ പറയുന്നത് ഹല്ലേലൂയ അത് അവർക്കുള്ളതല്ലെന്നാണ്. എന്നാൽ നീ അവരെ ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്നുള്ളതാണ് സ്തോത്രം പറയാത്തതിൻ്റെ അർത്ഥം. സ്തോത്രം പറയുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവൻ്റെ വായിൽ സ്തോത്രമുണ്ട്. സ്തോത്രം കൊടുക്കാത്തവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. ഹല്ലേലൂയ. സ്തോത്രം പറയാത്ത ഒരു ജന്തുവുണ്ട്, അതിനെയാണ് പന്നി എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ആമേൻ. അത് ഉയരത്തോട്ട് നോക്കുകയില്ല, സ്തോത്രവും പറയുകയില്ല. അതുകൊണ്ട് അതിനെ ദൈവത്തിന് വെറുപ്പുള്ളൊരു മൃഗമാക്കി മാറ്റി. ഹല്ലേലൂയ. അതിൻ്റെ മേലിൽ പിശാച് കയറിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പൽക്കാലം ഹല്ലേലൂയ സ്തോത്രം പറയുന്ന നിന്റെ മേലിൽ പിശാച് കയറിയിരിക്കത്തില്ല. ഉയരോട്ടി നോക്കി നീ നല്ലൊരു സ്തോത്രം പറഞ്ഞാൽ നിന്റെ മേൽ സാത്താൻ കയറുകയില്ല. ഹല്ലേലൂയ. ഉയരത്തോട്ട് നീക്കി നല്ലൊരു ആമയം പറഞ്ഞാൽ നിന്റെ കുടുംബത്തിൽ രോഗം ഇരിക്കത്തില്ല. ഓ, ഉയരത്തേക്ക് ഹല്ലേലൂയ നോക്കി ദൈവത്തെ സ്തുതിച്ചാൽ നിന്റെ കുടുംബത്തിൽ മന്ത്രവാദം കയറത്തില്ല. ഇന്ന് പോൽക്കാലം ആത്മാവ് നിന്റെ കുടുംബത്തെ വിടുവിക്കാൻ പോകുന്നു. ആത്മാവ് ജനത്തെ വിടുവിക്കാൻ പോകുന്നു. ആത്മാക്കൾ ദൈവസഭയെ വിടുവിക്കാൻ ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ ദൈവസഭ വിടുവിക്കപ്പെടാൻ പോകുന്നു. ആത്മാക്കളുടെ ആരാധന വെളിപ്പെടുമ്പോൾ പട്ടണം വിടുവിക്കപ്പെടാൻ പോകുന്നു. ദേശം വിടുവിക്കപ്പെടാൻ പോകുന്നു. ചില കിടരോഗികൾ നടക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ കരം ദേശത്തിന് മേൽ ചലിക്കട്ടെ. ഓ റീവാന റീവൽക്കമനം വൈഡം മനകം രഗനെ റീവല വൈഡേ റീവൽക്കമന ഹടക മനക രഗനം രഗനം ഘടകം ഷുഡമ രഗനെ ഓഹോ വൈഡേ മനക രഗനം ഘടകം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. വരുന്ന 4 മാസത്തിനകത്ത് ഇതിനകത്തൊരു വ്യക്തിയുടെ വീട്ടിൻ്റെ 2ാമത്തെ നില പണി നടക്കാൻ പോവുക. സ്തോത്രം. ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കൈവക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. 1 2 3 4 ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ആ ഹല്ലേലൂയ 5 6 ആമേൻ. 2ാമത്തെ നിലയുടെ പണി വരുന്ന 4 മാസത്തിനകത്ത് ചില കുടുംബത്തിൽ നടക്കാൻ പോകുന്നു എന്ന് ആത്മാവിനോട് പറയുന്നത്. കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ, 120 ദിവസം എത്തുന്നതിന് മുമ്പ് തന്നെ നിന്റെ വീട്ടിൻ്റെ 2ാമത്തെ നിലയുടെ പണി നടക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ. നീ ഇരിക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകയാൽ മോശയോട് ദൈവം പറഞ്ഞു നിന്റെ കാലിലെ ചെരുപ്പിനെ അഴിച്ചുകളയാ എന്ന്. ഓ, ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കണ്ണ് തുറന്നിരിക്കുകയും ചെവി ശ്രദ്ധിച്ചുമിരിക്കുന്നു എന്ന് 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ വിളിച്ചു പറയുന്നത് പോലെ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥന നിന്റെ ജീവിതത്തിനകത്ത് ഓ ചില മാറ്റങ്ങൾ കുറിക്കാൻ പോകുന്നു. ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നു. ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. അല്ലെങ്കിൽ കിട്ടാത്ത ചില നന്മകൾ, ഇതുവരെ പ്രാപിക്കാത്ത ചില നന്മകൾ ഇതുവരെ നിനക്ക് ലഭിക്കത്തില്ല എന്ന് പറഞ്ഞ ചിലത് നിന്നെ തേടി വരുന്നുണ്ട്. നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേൽ എറിയുക. അത് ഏറെ നാൾ കഴിയുമ്പോൾ അത് ഫലത്തോടെ മടങ്ങി വരും. പ്രാർത്ഥിച്ചോ, 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 പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ഓ ഹല്ലേലൂയ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വർഷം അവസാനിക്കുന്നതിനകത്ത് അവൻ ഒരു പുതിയ വാഹനം എടുക്കും. ഒരു പുതിയ വാഹനം എടുക്കും. പാല് കളന്നതാണോ? പാല്
വൈഡമാനഘടകസ്യ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് മുടക്കം വരികയില്ല. നമ്മൾ വായിച്ച സങ്കീർത്തനം, നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, അവർ നന്മയുടെ അവകാശിയാകും. ഇന്ന് പൽക്കാലം നന്മ കൊണ്ട് ചിലതിനെ ദൈവം നിറയ്ക്കാൻ പോകുന്നു. ഉടമാരകനഘടകസി, ചില പുതിയ വാഹനങ്ങൾ എടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ. 2026 സമാപനത്തോടുകൂടി ഹല്ലേലൂയ ചില 4 വീൽ വാഹനങ്ങൾ ചില കുടുംബത്തിനകത്ത് കയറി വരുന്ന കാഴ്ച ഞാൻ കാണുന്നു. കരമടിച്ച് പ്രാർത്ഥിച്ചോ. വാഹനം എടുക്കുവാൻ നീ ഇറങ്ങി ചെന്നിട്ട് വാഹനം കിട്ടാതെ വന്നെങ്കിൽ ദൈവാത്മ പറയുന്നു, നിനക്ക് വേണ്ടി ചില മികച്ചത് ദൈവം തരാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ വരുന്ന ജാനുവരി മാസത്തിൽ തന്നെ 2027 1-ാം മാസം തന്നെ ചില പുതിയത് ചിലർക്ക് ദൈവം തരാൻ പോകുന്നു. കുറിച്ചിട്ട് പ്രാർത്ഥിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ചില വിടുതലുകൾ ദൈവാത്മാവ് തന്ന് മാനിക്കുന്നെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പ്രവചനയാത്മാവിൽ ദൂത് കൈമാറുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന, നാളുകളായി ഭവനം വയ്ക്കുവാൻ ഫൗണ്ടേഷൻ കെട്ടിയിട്ട് ഹല്ലേലൂയ ഈ ആലയത്തിനകത്തില്ലാത്ത ചിലർ നാളുകളായി ഫൗണ്ടേഷൻ കെട്ടിയിട്ട് 4 വർഷം 6 വർഷം 7 വർഷമായി ലോണ് ബാധ്യതകൾക്ക് വേണ്ടി കാത്തിരുന്ന, ലോണിന് വേണ്ടി കാത്തിരുന്ന് നിന്റെ നന്മ നഷ്ടമായി ചില ബന്ധനത്തിൽ കെട്ടപ്പെട്ട ചില ഹല്ലേലൂയ ഫൗണ്ടേഷനെ ദൈവാത്മാ വീട് പണിയാൻ പോവുകയാണ്. അതിന്റെ മേൽ അടിസ്ഥാനം ഇടാൻ പോകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ അടിസ്ഥാനം ഇടുന്നതിന് മീതെ മറ്റൊരുവൻ അടിസ്ഥാനം ഇടത്തില്ല. ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനം ഫൗണ്ടേഷന്റെ മേൽ യേശുവിന്റെ നാമത്തിൽ പോരാ ശക്തിയോടെ ആരായിച്ചോ. നിങ്ങളുടെ എല്ലാവരുടെയും വീടുകൾക്ക് ദൈവം വലിപ്പം കൂട്ടാൻ പോവുക, പൊസിഷൻ മാറ്റാൻ പോവുക. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ദൈവം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ആത്മാവേ നന്ദി. എല്ലാവരും ആരാധിച്ചോ. ദൈവാത്മാവ് വ്യക്തികളോട് പ്രവചിക്കുവാൻ ആത്മാവിനോട് പറയുന്നു. കോമ്പൗണ്ട് വരച്ചിട്ട് നിനക്ക് ഭവനത്തിന് വേണ്ടി ഭൂമിക്ക് നീ പ്രാർത്ഥിക്കുന്ന ഇതിനകത്തൊരു സഹോദരിയുണ്ട്. പ്രാർത്ഥിച്ചോ. ദൈവാത്മാവ് നിനക്കൊരു ഞെരക്കിടാൻ പോവുക. ഹല്ലേലൂയ പറഞ്ഞാട്ട് പ്രശ്നക്കാരനായ യോനെ കിട്ടതുപോലെയല്ല. നിന്റെ വാഗ്ദത്തം തുറക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ആ നന്മ നിനക്ക് വേണ്ടി ലഭിക്കാൻ പോവുക. ആ അനുഗ്രഹം നിനക്ക് വേണ്ടി ലഭിക്കാൻ പോവുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വായിലാക്കി തരുന്ന കർത്താവ്. നമ്മൾ ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ മനോഹരമായി തുടങ്ങി വരുന്ന ആരാധനയാലയം കെട്ടിപ്പണിതെടുക്കുവാൻ വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ധാരാളം സമ്പത്ത് ആവശ്യമായിരിക്കുന്നു ആലയം കെട്ടിപ്പൊക്കുവാൻ. വരുന്ന ദിവസങ്ങളിൽ തമിഴ്നാടിൻ്റെ മേഖലകളിലേക്ക് വിടും. അടുത്ത് ആരാധനകൾ തുടങ്ങുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ഇപ്പോൾ തമിഴ്നാടിൻ്റെ ബോർഡറിലോട്ട് നമ്മൾ നിൽക്കുകയാണ്. അടുത്ത് തമിഴ്നാട്ടിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുക. സ്തോത്രം. കർത്താവിൻ്റെ വലിയ വിടുതൽ വെളിപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ ഒരു 2 വീലറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരും ഹല്ലേലൂയ ആരുടെ മനസ്സിൽ ദൈവാത്മാ പ്രേരിപ്പിക്കുന്നു വാങ്ങിക്കൊടുക്കുവാൻ, അവർ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുവാനായിട്ട് ഒരു ചെത്ത വാഹനം അവരുടെ കയ്യിലുണ്ട്. അതിൻ്റെ ടെസ്റ്റ് മണി നവംബറിലാണ്. ഹല്ലേലൂയ. അതിൻ്റെ പേപ്പറുകൾ പോലും ക്ലിയർ ഇല്ല. അതുകൊണ്ട് അതും നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാറി ഒരു വാഹനം ദൈവദാസന് മേടിച്ചു കൊടുക്കുവാൻ പ്രാർത്ഥിക്കുക. നമ്മളൊരു 3 ഹല്ലേലൂയ ആമേൻ 2 വീലർ 3 വീലർ 4 വീലർ വാഹനങ്ങളിൽ കൺവെൻഷൻ നടത്തുവാൻ, പരസ്യയോഗം നടത്തുവാൻ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ധാരാളം നന്മ ആവശ്യമുണ്ട്. കൂടെ നിന്ന് പ്രവർത്തിക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നുണ്ട്. ആലയത്തിൻ്റെ പണികൾ ഓർക്കുക. എല്ലാ ആലയങ്ങളും പ്രവർത്തനങ്ങളും ശക്തിപ്പെടുവാൻ വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നമ്മളിപ്പോൾ വലിയ സാമ്പത്തിക ടൈറ്റിൽ ഞെരുക്കത്തിൽ കടബാധ്യതയുടെ നടുവിൽ നിൽക്കുമ്പോൾ ദൈവം നല്ല ഭണ്ഡാരമാകുന്ന കിളിമാതളത്തുറത്ത് സ്ഥലം പോലുള്ള അനുഗ്രഹിക്കട്ടെ എന്ന് ഇല്ലായ്മ പറയുവാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകാൻ പാടില്ല. ഉള്ളതിനെ ഹല്ലേലൂയ വർദ്ധിപ്പിച്ചു തരുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് വളരെ പ്രത്യാശയോടെ ഇപ്പോൾ കാലമായിരിക്കാം. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ തൊടിവിച്ച് വിടിവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഹല്ലേലൂയ സ്തോത്രം. ആ വാക്യം തന്നെ 16 ഒന്നുകൂടി താഴോട്ട് വായിക്കാം. എൻ്റെ കൈയുടെ നിഴലിൽ
നിന്നെ മറച്ചിരിക്കുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ കൈയുടെ നിഴൽ കർത്താവ് എന്ത് ചെയ്തിരിക്കുന്നു? നമ്മളെ മറച്ചിരിക്കുന്നു. കാരണം ശത്രു തുടരുത്, അതർശക്തികൾ തുടരുത്, ദുഷ്ടൻ തുടരുത്, പ്രതിയോഗി തുടരുതെന്ന് പറഞ്ഞ് ദൈവം എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ കൈ കൊണ്ട് മറച്ചിരിക്കുക നമ്മെ. പിശാച് കാണാതെ, നിന്റെ ആയുസ്സിനെ തൊടാതെ. സ്വതന്ത്രം. ദൈവം മറച്ചിരിക്കുക. വായിക്ക്. യഹോവയുടെ കയ്യിൽ നിന്ന് അവന്റെ കോപത്തിന്റെ പാനപാത്രം കുടിച്ചിട്ടുള്ള യെരുശലേമേ, ഉണരുക, ഉണരുക, എഴുന്നേറ്റ് നിൽക്കുക. ഈ പരിഭ്രമത്തിന്റെ പാനപാത്ര കുടം കുടിച്ചു വറ്റിച്ചു കളഞ്ഞിരിക്കുന്നു. അവര് പ്രസവിച്ച സകല പുത്രന്മാരിലും വെച്ച് അവരെ വഴി നടത്തുന്നതിന് ഒരുത്തനുമില്ല. എല്ലാവർക്കും എഴുന്നേൽക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാനൊരു 15